അമ്മ നിങ്ങൾക്ക് വയ്യാത്ത കാലം വെച്ചോണ്ട് വീട്ടിനകത്തന്നെ വരുന്നൂടെ? എടാ പെണ്ണ് കേക്കണ്ട, ഞാനാണെങ്കിലേ വിറവ് ഇത്തിരി ഒടിച്ചെടുക്കാന്ന് വിചാരിച്ചു വന്നതാ. നീ എന്ത് പോവാ ഇറങ്ങിയില്ലേ? അമ്മ ഞാനും അടുത്തൊരു കാര്യം പറയാൻ വന്നതാ. എന്താണ്? നമ്മളുടെ ഈ വീടേ നമുക്ക് ഈ വീട് സൗകര്യം കുറവല്ലേ, മക്കളൊക്കെ വളർന്നു വരല്ലേ, നമുക്കൊരു ഇതൊന്ന് പുതുക്കി പണിഞ്ഞാലാ? എടാ മോനെ, അതിനെ നീ വിചാരിക്കുന്ന കണക്ക് എൻ്റെ പൈസ എല്ലാം ഉണ്ടാ? പുതുക്കി പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറേ കാലം കൊണ്ട് സൗകര്യം കുറവാ, കൊച്ചുങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെയാ കിടക്കുന്നത്. അപ്പൊ എനിക്കും ആഗ്രഹമുണ്ട് മോനെ. പക്ഷെ നിന്റെ എങ്ങനെ പൈസ ഉണ്ടാ? അമ്മ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, പിന്നെ ബാക്കിമ്മ ഒരു ലോൺ എടുക്കാം. അമ്മ ആ പ്രമാണം ഒന്ന് എനിക്ക് തന്നാൽ ഞാൻ കൊണ്ട് ലോൺ വെച്ചിട്ട് ലോൺ എടുത്ത് നമുക്ക് വീടൊന്ന് പുതുക്കി പണിഞ്ഞെടുക്കാം. എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നത്? മോനെ, എനിക്ക് തരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത്രയും വലിയൊരു ബാധ്യത നീ എടുത്ത് രണ്ടുപേരും കൂടെ എന്തോ ഇത്ര സംസാരിക്കുന്നു? ഞാൻ കേൾക്കാൻ പാടില്ലാത്തയാണോ? ഇല്ല, വേറൊന്നും ഇല്ല. നീ അറിയാത്ത കാര്യമൊന്നും അല്ല, നീയും കൂടെ അറിയുന്ന കാര്യ അവൻ പറഞ്ഞതേ. അത് ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞ, നിന്റെ അടുത്ത് പറഞ്ഞ കാര്യം തന്നെ. പിന്നെ അതൊരാവശ്യമല്ലേ മോളെ. ഞാനും വിചാരിക്കുന്ന ലോൺ എടുക്കുന്നതിന്റെ കാര്യം. അതൊക്കെ നോക്കിയും കണ്ടും ചെയ്താൽ മതി ഉമ്മ. സൗകര്യം കുറവ് തന്നെ കാര്യം. ലോണും ബാധ്യതയൊക്കെ ഒരു വലിയ. ഞാൻ ഇക്കാതെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ അതാ പറഞ്ഞത്, ആലോചിച്ചിട്ട് ചെയ്യാന്ന്. പിന്നെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം. പിന്നെ എനിക്കാണെങ്കിൽ ഇതിന്റെ പിറക്കെ നടക്കാനൊന്നും വയ്യ. നീ ഒരു കാര്യം ചെയ്യ്, ആ കൂട്ടത്തിൽ ഞാൻ നിന്റെ പേരെല്ലാം എഴുതിത്തരാം. എന്നാലും നിനക്കുള്ളത്. അല്ലേ? എന്നാലും നിനക്കുള്ളതാ. അപ്പൊ എനിക്ക് നിങ്ങളെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് വീടൊക്കെ വയ്ക്കുന്ന ഒരു സമയം തന്നെയാണ്. ഉമ്മായൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നല്ലൊരു വീട്ടിൽ നീ കയറി താമസിക്കുന്ന കണ്ടാലും മതി. ലോണെന്നും പറഞ്ഞ് കൂടുതൽ പലിശയും കാര്യമൊക്കെ നോക്കിയിട്ട് എടുക്കാതെ മോനെ. അതേ ഉള്ളു എനിക്കുള്ള വിഷമം. ഉമ്മ ഞാൻ വീട് പുതുക്കിയ ഉമ്മാക്കാണ് ആദ്യത്തെ ഫസ്റ്റ് റൂം ഉമ്മാക്കാണ്. സന്തോഷം മോനെ, പറഞ്ഞത് കുറെ നാൾ കിടന്ന് കഷ്ടപ്പെട്ടല്ലേ. ഞാൻ ഉമ്മായ പൊന്നു പോലെ നോക്കും. അതൊക്കെ എനിക്കറിയാടാ, എനിക്കറിയാം. നിങ്ങളെയൊക്കെ നല്ല പോലെ അറിയാം. പിന്നെ നീ എഴുതിക്കാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ്. എനിക്ക് ഓരോ ദിവസവും ചെല്ലും തോറും സുഖമില്ലാതെ അസുഖങ്ങളുമായിട്ട് വരുവാ. ഞാൻ ബാങ്കിൽ പോയെന്ന് നോക്കട്ടെ. നീ നോക്കണ്ടായാലും ഒരു വീട് നിനക്ക് വേണം. എഴുതിയ ഉമ്മയുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് പറഞ്ഞാലും അത് എഴുതി തരാടാ. എന്തായാലും നിനക്കുള്ളതാ. എനിക്ക് ഓരോ ദിവസം ചെല്ലും തോറും പ്രായമായിക്കൊണ്ടിരിക്കുക. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുക. അമ്മ അകത്തോട്ട് കയറി ഉമ്മ എഴുതി കിടന്ന് ഓടിച്ചു. ഉമ്മക്ക് നടുവേദനയും കാലുവേദന പറഞ്ഞു. ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞതാണ്, അവിടെ ഇട്ടേരുമ്മ, ഞാൻ തൂക്കാന്ന് പറഞ്ഞില്ലേ ആ വയ്യാത്ത കാലും വെച്ചോണ്ട് ഇറങ്ങുന്നത്. ഒറ്റയ്ക്ക് കിടന്ന എല്ലാം ചെയ്യുന്ന കഷ്ടമല്ലേ അന്ന് വിചാരിച്ച. എന്നെ പൊന്നെ പോലെ നോക്കുന്ന. ഉമ്മ അവിടെ ഇട്ടേ, ആ വയ്യാത്ത കാലും വെച്ചോണ്ട് കയറിപ്പോ, ഞാൻ ചെയ്യാം. പെമ്മക്കൾ പോലും നോക്കാത്ത രീതിയിൽ അത് നോക്കും. ഉമ്മായിക്കുന്ന എണ്ണ വാങ്ങിക്കൊണ്ട് വരണേ. ഞാൻ ആ കുപ്പി എടുത്തു തരാം. ഇക്കാന്ന് വാങ്ങിക്കൊണ്ട് വരണം കേട്ടാ. ഞാൻ അത് കയറുന്നടാ. വാ, കേറിപ്പോ. ഞാനേ ഇക്ക എന്താ നേരത്തെ ഇറങ്ങിയ? ഉമ്മ കിടക്കുന്നിക്ക. ഉമ്മ ആണെങ്കിൽ രാവിലെ സുബൈക്ക് എഴുന്നേറ്റിട്ട് കിടന്നതാ. ഞാൻ വെച്ചിട്ട് കിടക്കട്ടെന്ന്, അല്ലെങ്കിൽ വയ്യാത്ത കാലം വെച്ചോണ്ട് ജോലി ചെയ്യാൻ വരും. എനിക്ക് കടയിൽ നേരത്തെ പോണം, പിന്നെ ജോലി സൈറ്റിൽ കൂടെ ഒന്ന് പോയിട്ടേ പോകാൻ പറ്റും എനിക്ക്. പണിയൊക്കെ ഇന്നുണ്ടാ? ജോലിക്കാരുണ്ട്, കാലത്ത് തന്നെ വിളിച്ചിരുന്നു. ഞാൻ അവിടെയും പോയിട്ടാ കടയിൽ പോകും കേട്ടാ. ഞാൻ വൈകുന്നേരം വരാത്തിൽ താമസിക്കും കേട്ടാ. ഞാൻ അവിടെ പണി സൈറ്റിൽ പോയി നോക്കിയിട്ടേ വരെ. പോട്ടെ, ഉമ്മായി നോക്കിക്കേ. ശരി, ഞാൻ ഇപ്പൊ വിളിക്കാം.
അല്ലാ, സമയം ഇത്രയായ ഈ പെണ്ണ് തന്നെ വിളിച്ച പോലും ഇല്ലല്ലേ. കാലാന്നെങ്കി വേദന, തൊടാനും വയ്യ, ചവിട്ടാനും വയ്യ. ക്ഷമേ മോളെ, ഉമ്മ എഴുന്നേറ്റാ? ഉമ്മ എന്തമ്മാ ഇത്തിരി താമസിച്ചത്? എഴുന്നേറ്റ്. നീ എന്തടി എന്നൊന്ന് വിളിക്കാഞ്ഞത്? അല്ല, ഞാൻ വിചാരിച്ചു ഉമ്മ ഇത്തിരി കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ, അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നത്. ഞാൻ സുബഹിസ്കരിച്ചിട്ട് ഇച്ചിരി കിടന്നേ മോളെ, കാല് വയ്യാത്തോണ്ട്. ആണാ? സുബഹിസ്കരിച്ചിട്ട് ഉറങ്ങിയ അൻസറ? ഇക്ക പോയി ഉമ്മ. ഇത്തിരി നേരത്തെ കടയിൽ പോണോന്ന് പറഞ്ഞങ്ങനെ പോയാ? ഉമ്മക്ക് ചായ ഇട്ട് തരാം. ചായ ഇടും മോളെ. ഉമ്മ ഫ്രഷ് ആയിരുന്നാ? എങ്കിലും ഒന്ന് വിളിക്കണ്ടായിരുന്ന രാവിലെ, ഞാൻ വന്ന് മുറ്റമൊക്കെ തൂത്ത് തരത്തില്ലായിരുന്നു. അങ്കി വാ, ചായ ഇട്ട് തരാം. വാ, വന്ന് ചായ എടുത്ത്. നീ അല്ലെങ്കിൽ ജോലി എന്തെങ്കിലും ചെയ്തോ, ഞാൻ എടുത്തോളാം. കഴിഞ്ഞു, ഞാൻ എടുത്തു തരാം ചായ. മണി 10 ഉമ്മക്ക് ടാബ്ലറ്റ് കൊടുക്കാനായി. ഇവിടെ ഉണ്ട് മോളെ. സമയം എത്രയെന്ന് അറിഞ്ഞാ? ഗുളിക കഴിക്കാൻ സമയായി. ഇങ്ങനെ സമയം തെറ്റിക്കല്ലേ. കറക്റ്റ് സമയത്ത് ഗുളിക കഴിക്കണമെന്നോ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതെന്ന് ഇത്തിരി അങ്ങ് കിടന്നതാണ്ടാ താമസിച്ചത്. ഇന്ന് നേരത്തെ എഴുന്നേറ്റോടി നീ? അതുമ്മാ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നുമ്മാ, അതാ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു. പിന്നെ ഉമ്മ ഇന്ന് ചോറിനെ മീൻകറി വെച്ചാൽ മതിയാ? അതാ മീനുണ്ടാ? മീൻ ഇരിപ്പുണ്ടുമ്മാ. ഇന്നലെ ഇക്ക വാങ്ങിച്ചോണ്ടെന്ന മീൻ ഇരിപ്പുണ്ട്, അതിട്ട് വെച്ചാൽ മതിയല്ലേ? വാങ്ങിച്ചോണ്ട് വന്നായിരുന്നാ? എനിക്ക് മീൻകറി മോളെ, നല്ല പുളിയൊക്കെ ഇട്ട് നല്ല മീൻകറി. ശരി, ഉമ്മ പോയി ഇത്തിരി റെസ്റ്റ് എടുത്തോ. ഞാൻ ചോറാകുമ്പോഴത്തേക്കും ഉമ്മയെ വിളിക്കാം. പിന്നെ ഞാൻ വന്ന് നിനക്ക് ഇത്തിരി അരിഞ്ഞ പറക്കിയോ മീനാ? ഞാൻ മീൻ വന്ന് അല്ല വേണ്ട, കാല് വയ്യാത്തതാ, വെച്ചോണ്ട് അവിടെ ഇരുന്നാ മതി. അവിടെ എനിക്ക് ഒരു സഹായവും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. അത് കുഴപ്പമില്ല, ഞാൻ ഇരുന്നല്ലേ ചെയ്യുന്ന. ഉമ്മക്ക് കാല് എണ്ണ വല്ലതും ഇടണമെങ്കിൽ വിളിക്കണേ, ഞാൻ വന്ന് ഇട്ട് തരാം കേട്ടാ. അല്ല മോളെ, അരിഞ്ഞ പറക്കിയോ? നീ ഒറ്റയ്ക്ക് കിടന്ന് എല്ലാം ചെയ്യണ്ടേ? അല്ല ഉമ്മ അവിടെ ഇരുന്നാ മതി, അല്ലെങ്കിൽ ഉണ്ടല്ലേ ഞാൻ റൂമിൽ പിടിച്ചോണ്ട് കിടത്തും. അല്ല മോളെ, എനിക്ക് എന്തായാലും എഴുന്നേക്കണം. എനിക്ക് കുറച്ച് തുണിയൊക്കെ അലക്കാൻ കിടക്കുന്ന, എന്റെ തുണികള്. ഒരു സഹായം വേണ്ട, ഞാൻ കഴുകിക്കോളാം ഉമ്മയുടെ തുണിയൊക്കെ. എന്തായാലും ഒരു കുറച്ച് ദിവസം ഉമ്മ റെസ്റ്റ് എടുക്കണം, അതെടുത്തേ പറ്റൂ. അല്ല ഞാൻ ഇനി നടക്കാനൊന്നും സമ്മതിക്കത്തില്ല. കാല് കുറച്ച് ദിവസം ഒന്ന് എങ്കിലല്ലേ പിന്നെ ഒരു സമാധാനമുള്ളൂ. ഈ പെണ്ണൊന്നും സമ്മതിക്കത്തില്ല. എന്റെ തുണികളെങ്കിലും ഞാൻ അലക്കണ്ടേ, എല്ലാം നിന്നെ കൊണ്ടിട്ട്.
നിനക്കോ ഒരു കുന്ന് ജോലിയുണ്ട്. എനിക്കിതൊക്കെ ഓർക്കുമ്പോ വിഷമമുള്ള എല്ലാം നീ ചെയ്യണ്ടേ. കാലൊക്കെ ഒന്ന് ശരിയാവട്ടെ. ഉമ്മാക്ക് ഞാൻ വേറെ വല്ലതും വേണ? കാലൊന്ന് സുഖമായെങ്കിൽ അതൊക്കെ ഓടി നടന്ന് ഞാനും ചെയ്തേനെ എന്റെ ജോലികൾ. ഇതൊരു കഷ്ടം തന്നെയാ. വീട്ടിലെ ജോലി ചെയ്യണം, പറമ്പിലെ ജോലികൾ ചെയ്യണം, എന്റേത് കാര്യം നോക്കണം, എന്റെ തുണികൾ അലക്കണം. ഇത്തിരി കിടക്കും. എങ്കിൽ ഉമ്മ പോയി ഇത്തിരി കിടക്ക. ഞാൻ പിടിക്കണ? വേണ്ട വേണ്ട, പിടിക്കണ്ട പിടിക്കണ്ട. നീ പോയി കിടന്നു. എന്താടാ ഇക്കാടെ ഹൗസ് വാമിങ് എന്നാണ്? അത് ഉടനെ ഉണ്ട്. അടുത്ത ഞായറാഴ്ചയാണ്. ഞാൻ നിന്റെ അടുത്ത് പറയാനായിട്ട് അങ്ങോട്ട് വരാനായിട്ടിരിക്കുവായിരുന്നു. ഞാൻ എത്തിയേക്കാം. എത്തണം. വീട് പണിയൊക്കെ കഴിഞ്ഞ? വീട് പണിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്താ ഒരു പ്രശ്നമുണ്ട്. എന്ത് പറ്റി? ഞാനിത് ലോണാണ് എടുത്തേക്കുന്നത്. അത് അടയ്ക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഒരു ടെൻഷൻ അടിച്ച് നടക്കുന്നത്. ഞാനത് ചെയ്തും പോയി, ബഡ്ജറ്റ് കൂടിപ്പോയി, ലോണും കൂടുതൽ എടുത്തു പോയി. ഇനി അതിൻ്റെ ഒരു ടെൻഷനിലാണ്. ഞാൻ അത് അടച്ചു തീർക്കണം. എനിക്ക് 2 ഫ്ലോർ അല്ലേ കെട്ടിയ? 2 ഫ്ലോറാ കെട്ടിയത്. അതിലൊരു ഫ്ലോർ വാടകയ്ക്ക് കൊടുത്തൂടെ റെന്റിന്? നമുക്കറിയാവുന്ന ഒരു ടീമുണ്ട്. അത് റെന്റിന് കൊടുക്കാനെന്ന് പറഞ്ഞാലേ നമുക്ക് 3 ബെഡ്റൂമിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ സൗകര്യം കുറവായിട്ടാണ് ഞാൻ വീട് പുതുക്കി പണിഞ്ഞത്. താഴെ 2 ബെഡ്റൂം ഉണ്ട്, മുകളിലൊരു ബെഡ്റൂം ഉണ്ട്. അപ്പൊ താഴെ ഉമ്മായും കുഞ്ഞുങ്ങളെ അവിടെ ആക്കാം, മുകളിൽ ഞങ്ങളോട്ടാവാന്നുള്ള ഒരു തീരുമാനമാണ്. നീ പറഞ്ഞ നല്ലൊരു വഴിയാണ്. മുകളിലത്തെ റൂം വാടകയ്ക്ക് കൊടുക്കാമെന്നും താഴെ നമ്മൾ താമസിക്കാമെന്നും. ഉമ്മാക്ക് റൂമിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇക്ക. അതുമല്ല, ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ കുട്ടികളെ റൂമിൽ കിടത്തിയ, അതുമല്ല കിച്ചണിൽ കുറച്ച് സ്പേസ് ഇല്ലേ, 2 കിച്ചൺ ഇല്ലേ, അവിടെ എവിടെയെങ്കിലും കിടത്തിയ പോരെ. ഇപ്പൊ ആണെങ്കിൽ ഒരു ടീം എൻ്റെ അടുത്തുണ്ട് വാടകയ്ക്ക്. ഇക്ക ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്കിൽ ശരി. എന്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, വിളിച്ച് പറയണേ. ഷെമി, അതായിരിക്കാം വന്നിട്ടോ ഇത്? എന്റെ കൂട്ടുകാരന്. അല്ലക്ക, ഞാനും ഉമ്മയും കേട്ടവിടെ പറയുന്നതേ. അതൊന്നും നമുക്ക് വേണ്ടക്ക. നമുക്ക് എങ്ങനെയെങ്കിലും ലോൺ അടയ്ക്കാം. പക്ഷെ ഉമ്മയുടെ റൂം ഉമ്മയ്ക്ക് തന്നെ വേണം. കാര്യം ഇവിടെ തന്നെ എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു ജീവിച്ച ഉമ്മ അല്ലേ. അമ്മ ഒരു റൂം പോലും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഉമ്മയെ കൂടാതുള്ള ഒരു ജീവിതവും വേണ്ട. അതുകൊണ്ടേക്ക അങ്ങനെയുള്ള കാര്യമൊന്നും ഒഴിവാക്കണേ ഏട്ടാ. നമ്മളിപ്പോൾ ഉമ്മയ്ക്ക് റൂം എടുക്കാം എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ലേ നമ്മൾ ആ വീട് തന്നെ പുതുക്കി പണിഞ്ഞത്. അപ്പോഴും ഉമ്മ ഇനിയുള്ള കാലത്തെങ്കിലും ആ കഷ്ടപ്പാടൊക്കെ നമ്മൾക്കൊന്ന് മാറ്റി നിർത്തി ഉമ്മായി സന്തോഷത്തോടുകൂടി വയ്ക്കണം. ആലോചിക്കാന്ന് പറഞ്ഞ പോലും തെറ്റാണ്. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ആ കടം ഓർത്ത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഉമ്മായ അടുക്കളയിലോ ഉമ്മയും കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് വിഷമം. അത് വേണ്ട. ഉമ്മയുടെ ജീവിതകാലം ഇനിയുള്ള കാലത്തോളം നമുക്ക് ഉമ്മയെ പൊന്നു പോലെ നോക്കണം. അതുകൊണ്ട് ഉമ്മയുടെ മനസ്സ് വിഷമിക്കേട വരരുത്. എനിക്ക് ഇക്കായിട്ടൊന്ന് അതേ പറയാനുള്ളൂ. അതൊക്കെ നോക്കാമെന്ന് പറഞ്ഞ വരെ തെറ്റാണ്. ഉമ്മയോടൊക്കെ മാപ്പ് പറയണം. ഉമ്മ കേട്ടതാണ്. നമ്മൾ ഉമ്മായ
അടുക്കളയിൽ കിടത്താന്ന് പറയുമ്പോൾ നാളെ നമുക്ക് ഒരു തൊഴുത്ത് പോലും കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ മക്കൾ കണ്ട് വളരേണ്ടത് ഇതാണ്. അതുകൊണ്ട് പറഞ്ഞതേ തെറ്റാണ്. ഉമ്മ ഇവിടെ നിൽക്കുമായിരുന്ന ഇങ്ങോട്ട് വരീമ്മ. എൻ്റെ ഉമ്മായി കഴിഞ്ഞുള്ള എനിക്ക് വേറെ ആരും. ഉമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഒന്നുമില്ല, ഇപ്പോഴത്തെ കാലമല്ലേ. അങ്ങനെയൊന്നും ഉമ്മ ചിന്തിക്കണ്ട. ഈ മോനെ അങ്ങനെയൊന്നും ഉമ്മ കണക്കിൽ കൂട്ടുകയും ചെയ്യണ്ട. ഉമ്മ എന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിക്കരുത്. എവളെ അറിയാലേ ഉമ്മാക്ക്. ഉമ്മ ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു.